പുതുയുഗ കേരളത്തിനായുള്ള സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ മലപ്പുറം ജില്ലയിലെ പ്രവർത്തനങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ ആസൂത്രണ ഭവൻ കോൺഫറൻസ് ഹാളിൽ അവലോകനം ചെയ്തു. ജില്ലയിൽ 50 വകുപ്പുകളിലായി നടപ്പാക്കുന്ന 602 പദ്ധതികളുടെ പുരോഗതിയാണ് മന്ത്രി വിലയിരുത്തിയത്. നിങ്ങൾ നല്ല 2-3 പദ്ധതി ഉണ്ടാക്കണം. ചാലിയാറ്, അതുപോലെ തന്നെ പൊന്നാനി മേഖലയിൽ, അതുപോലെ തന്നെ കടലോര മേഖലയിലൊക്കെ ഉള്ള ടൂറിസം പദ്ധതിക്ക് രൂപം കൊടുക്കണം. ബഹുമാനപ്പെട്ട മന്ത്രിയാണ് പറഞ്ഞിട്ടുണ്ട്, നല്ല പദ്ധതി ഉണ്ടെങ്കിൽ നമുക്ക് നടപ്പിലാക്കാം. ഫണ്ട് കിട്ടുക ഇല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കണം. അത് ഗവൺമെന്റ് തലത്തിൽ തീരുമാനം. പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാകണം. അത് ഒന്ന് നിലവിലെ നമ്മുടെ സംവിധാനത്തിന് പറ്റില്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു നല്ല ആളുകളെ അതിനൊരു ഏജൻസിനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പ്രൊജക്ട് ഉണ്ടാക്കാൻ പറയും. അതിന് പണം പഞ്ചായത്തിനോട് ചോദിച്ചാൽ മതി. പഞ്ചായത്തിന് പണം തരും, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പണം തരും. പുതിയ പദ്ധതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കൺസൾട്ടൻസിയോ അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസിയോ അറേഞ്ച് ചെയ്യാൻ വേണ്ടി തരും. അത് അങ്ങനെ ചെയ്താൽ മതി. അപ്പം പെട്ടെന്ന് നടക്കും. അങ്ങനെ ഒരു ടെക്നിക്കാലിറ്റി നിങ്ങൾക്കൊക്കെ ഡിപ്പാർട്ട്മെന്റ് പണം നോക്കണം. അപ്പുറത്തിലെ പഞ്ചായത്തിനോടോ MLA പറഞ്ഞാല് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കും. ഒക്കെ പുതിയ MLA-മാരാണ്. കൃഷി, വ്യവസായം, ഗതാഗതം, ജലവിഭവം, ഊർജം, സഹകരണം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങി വിവിധ മേഖലകളിലായി നിരവധിയായ പദ്ധതികളാണ് 100 ദിന പരിപാടിയുടെ ഭാഗമായി പുരോഗമിക്കുന്നത്. കൂടാതെ സാമൂഹിക സേവനം, പൊതുസേവനം, സാമ്പത്തിക സേവനം, തദ്ദേശ സ്വയംഭരണം എന്നീ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങളും വേഗത്തിൽ പൂർത്തിയാകും. റവന്യൂ വകുപ്പിൽ നിശ്ചയിച്ച പദ്ധതികളിൽ 70% പൂർത്തിയാക്കിയതിനെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. ഭൂമി തരംമാറ്റ അപേക്ഷകളിൽ 3700 എണ്ണം ഇതിനകം തീർപ്പാക്കിയതായും 1057 പട്ടയങ്ങൾ വിതരണം ചെയ്തതായും യോഗത്തിൽ അധികൃതർ വ്യക്തമാക്കി. കൂടാതെ ഡിജിറ്റൽ സർവേ, ന്യായവില പരാതികൾ എന്നിവയിലും അതിവേഗ പരിഹാരം കാണുന്നുണ്ട്. പദ്ധതിയുടെ ഭാഗമായി പുതുതായി 7 സ്മാർട്ട് വില്ലേജുകളുടെ നിർമ്മാണം ആരംഭിക്കുമെന്നും 6 എണ്ണത്തിന്റെ ഉദ്ഘാടനം ഉടൻ നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ജില്ലാ ആസ്ഥാനത്ത് വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, ADM സാദിഖ് PO, തിരൂർ സബ് കളക്ടർ ദിലീപ് K കൈനിക്കര, പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ തുടങ്ങിയവരും വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം.